നമസ്കാരം പ്രേക്ഷകരെ, നേഷൻ ഫസ്റ്റിലേക്ക് സ്വാഗതം. അശ്വതി രാഖി, ദേശീയ തലത്തിൽ പ്രധാനപ്പെട്ട ചില വാർത്തകൾ വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത് പശ്ചിമ ബംഗാളിൽ നിന്നാണ്. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങിയതിന് ശേഷം ആ പാർട്ടിക്കുള്ളിൽ വലിയ ഭിന്നതകളാണ് ഉടലെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസ് ഒരു വലിയ ധർണയൊക്കെ നടത്തിയിരുന്നു. ആ ധർണയ്ക്ക് ആധാരമായ സംഭവം എന്ന് പറയുന്നത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ അക്രമ സംഭവങ്ങളിൽ തൃണമൂൽ കോൺഗ്രസിനെതിരെ പോലീസ് നടപടി സ്വീകരിക്കുന്നു, അന്വേഷണ ഏജൻസികൾ തൃണമൂൽ കോൺഗ്രസിനെ വേട്ടയാടുന്നു എന്നൊക്കെ ആരോപിച്ചുകൊണ്ടായിരുന്നു ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു ധർണ നടത്തിയത്. മമതാ ബാനർജി പങ്കെടുത്ത ധർണയിൽ ഒരുപക്ഷെ അവർക്ക് തൃണമൂലിന് തന്നെ സമീപകാലത്ത് ഉണ്ടാകുന്ന തിരിച്ചടികൾ ആ ഒരു ധർണയിലും ദൃശ്യമായിരുന്നു. പാർട്ടിയുടെ MLA-മാരിൽ വെറും 6 പേരും MP-മാരിൽ വെറും 3 പേരും മാത്രമാണ് ആ ധർണയിൽ പങ്കെടുത്തത്. അതിൽ നിന്ന് തന്നെ തൃണമൂൽ കോൺഗ്രസിൽ വലിയ ഭിന്നത ഉടലെടുത്തിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസിൽ ഇത്തരത്തിൽ ഭിന്നതകൾ ഉടലെടുക്കുന്നു. മമതാ ബാനർജിയുടെയും അഭിഷേക് ബാനർജിയുടെയും നേതൃത്വത്തിനെതിരെ ആ പാർട്ടിക്കുള്ളിൽ നിന്ന് ശബ്ദം ഉയരുന്നു. ഇങ്ങനെയൊക്കെ ആ പാർട്ടിയിൽ വലിയ ഭിന്നതകൾ ഉണ്ടാകുമ്പോഴും മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം അവർ ഇതൊന്നും പുറത്തു കാട്ടാതെ ശക്തമാണ് തൻ്റെ പാർട്ടി എന്നുള്ള ഒരു ഒരു പുകമറ സൃഷ്ടിക്കുന്നതിനുള്ള ചില ശ്രമങ്ങൾ നടത്തുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗം വിളിക്കണമെന്ന ഒരു ആവശ്യം മമതാ ബാനർജിയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നത്. മമത പറയുന്നത് ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗം വിളിക്കണം, പ്രധാനമന്ത്രി മോദിയെ നേരിടണം എന്നൊക്കെയാണ്, കേന്ദ്ര ഗവൺമെൻറ്റിനെ തങ്ങൾ താഴെ ഇറക്കും എന്നൊക്കെ മമത വലിയ വെല്ലുവിളി നടത്തുകയാണ്. കാരണം ഇത്തരത്തിലുള്ള വെല്ലുവിളികളൊക്കെ മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്ന് വരുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് മമതാ ബാനർജിയുടെ പാർട്ടിയിൽ ഭിന്നത രൂക്ഷമാവുകയാണ്. പാർട്ടിക്ക് ആകെയുള്ള 80 MLA-മാരിൽ 50 പേരും ഈ വിമതപക്ഷമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെ ഈ വിമത MLA-മാരെ ഒരു പക്ഷേ ഇനി അവർ പുതിയൊരു പാർട്ടിയായിട്ട് മാറുന്നതിന്, അതുമല്ലെങ്കിൽ അവർ തൃണമൂൽ കോൺഗ്രസ് എന്നുള്ള പേര് സ്വീകരിക്കുന്നതിനും ഈ മമതയും അഭിഷേക് ബാനർജിയും അടങ്ങുന്ന ആ വിഭാഗം അത് വിമതപക്ഷമായിട്ട് മാറുന്നതിനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ തൃണമൂൽ കോൺഗ്രസിൽ കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് തന്നെ പറയാം. ഈ രീതിയിലാണ് തൃണമൂൽ കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പ് പരാജയം അതൊരു പാർട്ടിയുടെ അടിത്തറ ഇളക്കിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം പശ്ചിമ ബംഗാളിൻ്റെ പല ഭാഗങ്ങളിലും ഈ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ഗുണ്ടായിസം, അതുമല്ലെങ്കിൽ അവരുടെ അഴിമതി, പ്രാദേശിക തലത്തിൽ മറ്റ് പദ്ധതികളിൽ നിന്നുള്ള ഫണ്ട് കൊള്ളയടിക്കൽ, ഒപ്പം തന്നെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിൽ ഗുണഭോക്താക്കളിൽ നിന്നൊക്കെ ഈ കോഴപ്പണവും കൈക്കൂലിയും വാങ്ങുന്ന തരത്തിലേക്ക് പോലും അധപ്പതിച്ച ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു തൃണമൂൽ കോൺഗ്രസ് നടത്തിയത്. സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ അധികാരത്തിലെത്തിയതോടുകൂടി കടുത്ത പ്രതിസന്ധിയാണ് തൃണമൂൽ കോൺഗ്രസ് അഭിമുഖീകരിക്കുന്നത്. പാർട്ടിയുടെ കൗൺസിലർമാരടക്കമുള്ളവർ രാജിവെക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു. ഈ രാജി എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസ് നേതാക്കളെ പോലും ഞെട്ടിക്കുന്ന വിധത്തിലാണ് ഉണ്ടായത്. കാരണം പല കൗൺസിലർമാരും പ്രാദേശികമായിട്ട് അല്ലറ ചില്ലറ അഴിമതിയൊക്കെ നടത്തി മുന്നോട്ട് പോയതാണ്. BJP ഭരണത്തിലെത്തിയതോടുകൂടി ഈ അഴിമതിയൊന്നും നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ടായി. ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയാണ് പല കൗൺസിലർമാരും കൗൺസിലർ സ്ഥാനം രാജിവെക്കുകയും തൃണമൂലുമായിട്ട് അകലുകയും ഒക്കെ ചെയ്തത്. പാർട്ടിയുടെ MLA-മാരിൽ തന്നെ ഭൂരിപക്ഷവും അഭിഷേക് ബാനർജിയുടെ ഏകാധിപത്യമാണ് പാർട്ടിയിൽ നടക്കുന്നത് എന്നുള്ള ആരോപണവുമായി രംഗത്ത് വരികയും ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ തൃണമൂൽ കോൺഗ്രസിൽ വലിയ ഭിന്നത ഉടലെടുക്കുമ്പോൾ BJP ആകട്ടെ ഇതിനെ കരുതലോടെ നോക്കിക്കാണുന്ന ഒരു സമീപനം സ്വീകരിക്കുകയായിരുന്നു. എന്തായാലും BJP ഇക്കാര്യത്തിൽ അവരുടെ കൃത്യമായിട്ടുള്ള നിലപാട് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ സമീക് ഭട്ടാചാര്യ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞത് തൃണമൂലിൽ നിന്നുള്ള ആൾക്കാർക്ക് BJP-യിൽ ഇടമില്ല എന്നാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടതിന് ശേഷം ഈ ബംഗാൾ വാർത്തകളുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് വരാം. अभी हमारा TMC के लिए दरवाजा बंद है। किसी को नहीं इंपोर्ट करके हम लोग 207 तक पहुंच गए हैं। जनता TMC का नेताओं को खिलाफ वोट दिया था। हम लोग इस बार जो चुनावी रणनीति तैयार किया था, हम लोग एकदम नीचे से किया था। चार्जशीट निकाला वो भी नीचे, MLA का खिलाफ, लोकल लीडर्स के खिलाफ। जितना एंटी इनकम्बेंसी था उसको लेकर हम लोग जनता के पास गया और नतीजा हम लोगों को मिला।
അപ്പോൾ BJP അധ്യക്ഷന്റെ വാക്കുകളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, തൃണമൂലിൽ നിന്നുള്ളവർക്ക് BJPയിൽ ഇടമില്ല. ഇങ്ങനെ BJP അധ്യക്ഷൻ പറയുമ്പോൾ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട കാര്യം ചൂണ്ടിക്കാട്ടുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്തത് തൃണമൂലിനോ അല്ലെങ്കിൽ തൃണമൂലിൻ്റെ നേതാക്കൾക്കോ അല്ല, അവർ BJPക്കാണ് വോട്ട് ചെയ്തത്. അങ്ങനെയാണ് BJPയുടെ 207 MLA-മാർ ജയിച്ചത് എന്ന് വിശദമാക്കുകയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, തൃണമൂലിൽ നിന്നുള്ളവർക്ക് ഇവിടെ ഇടമില്ല എന്നാണ്. കാരണം നേരത്തെയും പല നേതാക്കളും, ദിലീപ് ഘോഷൊക്കെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് തൃണമൂൽ നേതാക്കളോട് പ്രതികരിച്ചത്. തൃണമൂലിൽ നിന്നുള്ളവർക്ക് BJPയിൽ സ്ഥാനമില്ല, അവർ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല, അവർ അവിടെ മമതയ്ക്കൊപ്പം നിന്ന് മമതയുടെ കാര്യങ്ങൾ നോക്കട്ടെ എന്നാണ് ദിലീപ് ഘോഷൊക്കെ പ്രതികരിച്ചത്. BJP എന്തായാലും ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മമതാ ബാനർജി വലിയ സമ്മർദ്ദത്തിലേക്ക് നീങ്ങുന്നത്. കാരണം തൃണമൂൽ കോൺഗ്രസിൽ നിന്നുള്ളവർക്ക് BJPയിൽ ഇടമില്ല എന്ന് പറയുന്നു. ഋതപ്രത ബാനർജിയെ പ്രതിപക്ഷ നേതാവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടിയുടെ ഒരു വിഭാഗം നേതാക്കൾ മുന്നിട്ടിറങ്ങുന്നു. ആ മുന്നിട്ടിറങ്ങുന്ന നേതാക്കൾക്കൊപ്പം 50-ലധികം MLA-മാരുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ നിയമസഭയ്ക്കുള്ളിൽ തൃണമൂൽ കോൺഗ്രസ് ആയിട്ട് ഈ വിഭാഗത്തിന് അംഗീകരിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സാധ്യതയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് മമതാ ബാനർജിയും ഈ തൻ്റെ നിലപാട് അതിൽ വിട്ടുവീഴ്ചയ്ക്കില്ല, മോദിയെ വെല്ലുവിളിക്കാൻ താൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗം വിളിക്കണമെന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. കാരണം നേരത്തെയും പലപ്പോഴും ഇന്ത്യ സഖ്യത്തിനെ നയിക്കുന്നതിന് കോൺഗ്രസിനെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ള വിമർശനം അത് മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നായാലും ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്നായാലും ഒക്കെ ഉയരുകയും ചെയ്തിരുന്നു. ഇപ്പോഴെന്തായാലും മമതാ ബാനർജി ഇത്തരത്തിൽ ഒരു യോഗം വിളിക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഈ സഖ്യത്തിൻ്റെ നേതൃസ്ഥാനത്തേക്ക് മമതയ്ക്ക് കണ്ണുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം പാർട്ടിക്കുള്ളിൽ ഉടലെടുക്കുന്ന ഭിന്നതകൾ അതിനെയൊക്കെ മറികടന്ന് തൃണമൂൽ കോൺഗ്രസിനെ ഒറ്റക്കെട്ടായി നിർത്തണമെങ്കിൽ മമതാ ബാനർജി വലിയ ഒരു ദേശീയ നേതാവായി മാറുന്നു എന്നുള്ള പ്രതീതിയെങ്കിലും സൃഷ്ടിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള നീക്കങ്ങളാണ് മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. ഇത്തരത്തിൽ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. കാരണം അവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില വാഗ്ദാനങ്ങൾ BJP ജനങ്ങൾക്ക് നൽകിയിരുന്നു. അതൊക്കെ BJP അധികാരത്തിലെത്തിയതിന് ശേഷം, BJPയുടെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആ വാഗ്ദാനങ്ങളൊക്കെ നടപ്പിലാക്കിക്കൊണ്ട് ജനപ്രിയ പദ്ധതികളുമായി സുവേന്ദു അധികാരി സർക്കാർ മുന്നോട്ട് പോകുന്നു. അതും മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടിയാണ്. ഈ സർക്കാരിന് എതിരെയുള്ള സമരം എന്ന് പറഞ്ഞുകൊണ്ട് തൃണമൂൽ നടത്തിയ സമരം എന്ന് പറയുന്നത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ അക്രമങ്ങളിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് വേട്ടയാടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ലാതെ സർക്കാരിനെതിരെയോ സർക്കാർ അവിടെ നടത്തുന്ന പദ്ധതികൾക്കെതിരെയോ ഒന്നുമല്ല അക്രമം. ആ അക്രമം തൃണമൂൽ കോൺഗ്രസ് നടത്തിയ ആക്രമണമാണ് എന്നുള്ളത് സൗകര്യപൂർവ്വം മമതാ ബാനർജി മറക്കുകയും ചെയ്തു. അത് പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയം അങ്ങനെ ഒരു വശത്തുകൂടി പോകുമ്പോൾ കർണാടകയിൽ DK ശിവകുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പുകളുമായി മുന്നോട്ട് പോവുകയാണ്. വൈകുന്നേരമാണ് സത്യപ്രതിജ്ഞ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആർഭാടമൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള സത്യപ്രതിജ്ഞ ആയിരിക്കും നടക്കുക എന്ന് നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വവും DK ശിവകുമാറും വ്യക്തമാക്കിയിരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് ചില നിർദ്ദേശങ്ങൾ ഉയർന്നിരുന്നു പശ്ചിമേഷ്യൻ സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ആ രീതിയിൽ ആർഭാടങ്ങൾ ഒഴിവാക്കുക എന്നുള്ള ഒരു നിർദ്ദേശം DK ശിവകുമാറും പാർട്ടി നേതൃത്വത്തിനും തൻ്റെ അണികൾക്ക് നൽകിയിരുന്നു. കാരണം ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ള പാർട്ടി പ്രവർത്തകർ സത്യപ്രതിജ്ഞാ ചടങ്ങിന് വരേണ്ട കാര്യമില്ല എന്നതടക്കമുള്ള ചില നിർദ്ദേശങ്ങൾ DK ശിവകുമാറിൻ്റെ ഭാഗത്ത് നിന്ന് നൽകിയിട്ടുണ്ട്. അതൊക്കെ ഈ നമ്മുടെ എന്താ പറയുക, ഈ പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി തന്നെ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. അതുമായിട്ട് ഈ DK ശിവകുമാർ നൽകുന്ന നിർദ്ദേശങ്ങളെ ചേർത്ത് വയ്ക്കാൻ കഴിയുന്നതാണ്. എന്തായാലും DK ശിവകുമാർ മന്ത്രിസഭ നേരിടാൻ പോകുന്ന ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്നെയാണ്. അതിനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് സിദ്ധരാമയ്യ കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിൽ കടുത്ത എതിർപ്പാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറണം എന്നുള്ള ആവശ്യത്തോട് ഉയർത്തിയത്. 2.5 വർഷം സിദ്ധരാമയ്യ, 2.5 വർഷം DK ശിവകുമാർ എന്ന ഒരു ഫോർമുല നേരത്തെ ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചതായിരുന്നു. എന്നാൽ ഈ 2.5 വർഷം എന്ന് പറയുന്നത് സിദ്ധരാമയ്യ 3 വർഷത്തേക്ക് നീട്ടുകയും 3ാം വാർഷികം, സർക്കാരിൻ്റെ 3ാം വാർഷികമൊക്കെ ആഘോഷിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഹൈക്കമാൻഡ് ഈ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും സിദ്ധരാമയ്യയും DK ശിവകുമാറിനെ ഡൽഹിയിൽ വിളിപ്പിക്കുകയും സിദ്ധരാമയ്യ രാജി നൽകുകയും പിന്നാലെ കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി യോഗം ചേർന്ന് DK ശിവകുമാറിനെ നേതാവായി തിരഞ്ഞെടുക്കുകയൊക്കെ ചെയ്തത്. ഇപ്പോൾ എന്തായാലും പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് 12 പേരുടെ മന്ത്രിസ്ഥാനത്തേക്കുള്ള പട്ടിക അതിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് അംഗീകാരം നൽകി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അധികം വൈകാതെ തന്നെ അത് ഔദ്യോഗികമായിട്ട് കോൺഗ്രസ് നേതൃത്വം അറിയിക്കും എന്നും മനസ്സിലാവുന്നുണ്ട്. അതിൽ സിദ്ധരാമയ്യയുടെ മകനും
കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മകനും ഇടം പിടിച്ചു എന്നുള്ള ചില റിപ്പോർട്ടുകളുണ്ട്. സിദ്ധരാമയ്യയുടെ മകൻ യതീന്ദ്രയും ഒപ്പം മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മകൻ പ്രിയാങ്ക് ഖാർഗെയും DK ശിവകുമാർ മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. സിദ്ധരാമയ്യയെ സംബന്ധിച്ചിടത്തോളം ഉപമുഖ്യമന്ത്രി സ്ഥാനം അത് മകന് വേണം എന്നുള്ള ഒരു ആവശ്യം സിദ്ധരാമയ്യയുടെ അനുകൂലികളുടെ ഭാഗത്ത് നിന്ന് ഉയരുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ അക്കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ DK ശിവകുമാർ തീരുമാനം ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. എന്നാൽ മന്ത്രിമാരുടെ കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡാകും അന്തിമ തീരുമാനം എടുക്കുക എന്നുള്ള ഒരു നിലപാടാണ് DK ശിവകുമാർ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഉപമുഖ്യമന്ത്രിമാർ ആരെങ്കിലും ഉണ്ടാകുമോ എന്നത് സംബന്ധിച്ച് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. എന്നാൽ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനും കഴിയില്ല. എന്തായാലും സിദ്ധരാമയ്യയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിയിട്ട് കോൺഗ്രസ് സിദ്ധരാമയ്യയ്ക്ക് പ്രവർത്തക സമിതി അംഗത്വം നൽകിയിരിക്കുകയാണ്. ഇത് സിദ്ധരാമയ്യ ക്യാമ്പിനെ വലിയ നിരാശയിൽ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ്. കാരണം നേരത്തെ സിദ്ധരാമയ്യ തന്നെ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ഒന്ന്, പാർട്ടി സർക്കാർ ഏകോപനത്തിനുള്ള കോർ കമ്മിറ്റി ഉടനെ രൂപീകരിക്കണം, അതിൻ്റെ ചെയർമാനായിട്ട് സിദ്ധരാമയ്യയെ തന്നെ നിയോഗിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ഇതിൽ ഒരു തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് കോൺഗ്രസ് ഇതുവരെയും തയ്യാറായിട്ടില്ല. മറ്റ് ചില ആവശ്യങ്ങൾ സിദ്ധരാമയ്യയുടെ ഭാഗത്തു നിന്ന് ഉയർന്നിരുന്നു. ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ച ചില ആവശ്യങ്ങൾ സിദ്ധരാമയ്യ തള്ളിക്കളയുകയും ചെയ്തിരുന്നു. കാരണം സിദ്ധരാമയ്യയെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകാം, വലിയ പദവികൾ അദ്ദേഹത്തിന് നൽകാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ കർണാടക വിട്ടുവരാൻ തയ്യാറല്ല എന്നുള്ള ഒരു സമീപനം സിദ്ധരാമയ്യ സ്വീകരിച്ചു. ഇപ്പോൾ കോൺഗ്രസ് അദ്ദേഹത്തെ പ്രവർത്തക സമിതി അംഗമാക്കിക്കൊണ്ടുള്ള തീരുമാനം പ്രഖ്യാപിക്കുമ്പോൾ സിദ്ധരാമയ്യ വീണ്ടും കർണാടകയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അതും നിരാശനായ അദ്ദേഹം കർണാടകയിൽ നിൽക്കുകയാണെങ്കിൽ അത് DK ശിവകുമാറും സിദ്ധരാമയ്യയും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് കാരണമാകും. ഇരുപക്ഷങ്ങളും തമ്മിൽ ഉള്ള ഒരു ഏറ്റുമുട്ടൽ അത് ഉണ്ടാവുകയാണെങ്കിൽ കർണാടക ഒരു ഭരണസ്തംഭനത്തിലേക്ക് നീങ്ങുന്നതിനുള്ള സാധ്യതയുണ്ട്. അവിടെയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ശരിയാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുക. കാരണം കർണാടകയിൽ നടക്കുന്നത് അധികാര വടംവലി മാത്രമാണ്, അവിടെ ഭരണമില്ല, അവിടുത്തെ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നൊക്കെയുള്ള ഒരു ആരോപണം അത് BJPയുടെ ഭാഗത്തു നിന്ന് ഉയർന്നിരുന്നു. BJP ഇക്കാര്യത്തിൽ കൃത്യമായിട്ട് തന്നെയാണ് അവരുടെ നിലപാട് അറിയിക്കുകയും ചെയ്യുന്നത്. കാരണം ഈ അധികാര തർക്കം മാത്രമാണ് കർണാടകയിൽ നടക്കുന്നത്. കർണാടക രാഷ്ട്രീയത്തിൽ അധികാര തർക്കങ്ങൾ നടക്കുമ്പോൾ അത് ജനങ്ങളെ ബാധിക്കുന്നു. ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഇതൊന്നും പരിഹരിക്കുന്നതിന് സർക്കാരിന് കഴിയുന്നില്ല. കോൺഗ്രസ് സർക്കാർ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അധികാര വടംവലിയിൽ മുങ്ങിത്താഴുന്ന ഒരു സർക്കാരാണ്. അവർക്ക് ജനങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധയില്ല എന്നൊക്കെയുള്ള BJP ആരോപണങ്ങൾ അത് ശരിവയ്ക്കുന്ന തരത്തിൽ കർണാടകയിലെ കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ അത് കോൺഗ്രസിനെ മൊത്തത്തിൽ പ്രതിരോധത്തിലാക്കും എന്ന് ഉറപ്പാണ്. എന്തായാലും DK ശിവകുമാർ മന്ത്രിസഭ അധികാരമേറ്റാൽ മാത്രമേ ഇനി കർണാടകയിൽ കോൺഗ്രസ് അതുമല്ലെങ്കിൽ ആ സർക്കാരിൻ്റെ ഭാവി എന്തായിരിക്കും എന്നൊക്കെ പറയാൻ കഴിയൂ. കാരണം സിദ്ധരാമയ്യ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ചില നേതാക്കളുടെ പേരുകൾ മന്ത്രിസ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചിരുന്നു. രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മന്ത്രിസഭയുടെ വിപുലീകരണം നടത്താം എന്നാണ് DK ശിവകുമാർ ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട്. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരുപക്ഷേ ആദ്യഘട്ടത്തിൽ ശിവകുമാറിനെ അനുകൂലിക്കുന്ന നേതാക്കളായിരിക്കും കൂടുതലായി സത്യപ്രതിജ്ഞ ചെയ്യുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് മന്ത്രിസഭ വിപുലീകരണം നടക്കുമ്പോൾ അവിടെ സിദ്ധരാമയ്യ അനുകൂലികളെ കൂടി ഉൾപ്പെടുത്താം എന്നുള്ള ഒരു നിലപാട് DK ശിവകുമാർ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ചു എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ DK ശിവകുമാറും സിദ്ധരാമയ്യയും തമ്മിലുള്ള ഇരിപ്പുവശം അത്ര ശരിയല്ല എന്നതാണ് കർണാടകയിൽ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. കോൺഗ്രസ് ഈ രീതിയിൽ കർണാടക എന്ന് പറയുന്ന അവർ അധികാരത്തിലിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധിയൊക്കെ നേരിട്ട് മുന്നോട്ട് പോകുമ്പോൾ മറ്റ് ചില പ്രധാനപ്പെട്ട വാർത്തകളും രാജ്യത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ കർണാടകയിലെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോവുകയാണ്. അവിടുത്തെ അധികാര വടംവലി അവിടുത്തെ ഭരണത്തെ ബാധിച്ചിരിക്കുന്നു എന്ന് BJP നേതൃത്വം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അതൊന്നും പരിഹരിക്കുന്നതിന് സർക്കാരിന് സമയമില്ല. പ്രത്യേകിച്ച് കോൺഗ്രസ് എവിടെ അധികാരത്തിൽ വന്നാലും ഇതൊക്കെയാണ് അവസ്ഥ എന്നുള്ള ആരോപണം അത് BJPയുടെ ഭാഗത്ത് നിന്ന് ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അധികാരം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് അവിടെ BJP മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ രീതിയിൽ കർണാടക രാഷ്ട്രീയത്തിലെ സംഭവ വികാസങ്ങളൊക്കെ അരങ്ങേറുമ്പോൾ മറ്റൊരു സംസ്ഥാനത്ത് നിന്നുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ്. കാരണം ഹരിയാന രാജ്യത്തെ തന്നെ ചെറിയ ഒരു സംസ്ഥാനമായിട്ട് കണക്കാക്കുന്ന ഹരിയാന
ഈ വ്യവസായ രംഗത്ത് വലിയ കുതിച്ചുചാട്ടങ്ങൾക്കാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. കാരണം നേരത്തെ നമുക്കറിയാം ചെറിയ ഒരു വ്യവസായ മേഖല മാത്രമാണ് ഹരിയാനയിൽ ഉണ്ടായിരുന്നത്. അവിടെ നിന്നുള്ള വ്യവസായങ്ങൾ അത് പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ അന്ന് ഗുഡ്ഗാവ് എന്നും പിന്നീട് ഗുരുഗ്രാം ആയി മാറുകയും ചെയ്ത ഗുരുഗ്രാമിൽ ചില വ്യവസായ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ മറ്റ് ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ അതൊക്കെ ഹരിയാനയുടെ പല ഭാഗങ്ങളിലും നടന്നിരുന്നു. ഇപ്പോൾ വലിയ ഒരു വ്യവസായ മുന്നേറ്റത്തിന് ഹരിയാന തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള പിന്തുണ അത് ഹരിയാനയ്ക്ക് മതിയാവോളം ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഈ വ്യവസായ മുന്നേറ്റത്തിന് ഹരിയാന തയ്യാറെടുക്കുന്നു. അതേക്കുറിച്ചുള്ള റിപ്പോർട്ട് കണ്ടതിന് ശേഷം അടുത്ത വാർത്തയിലേക്ക് വരാം. ഹരിയാനയിൽ വൻ വ്യവസായ കുതിപ്പിന് തുടക്കം കുറിച്ച് മേക്ക് ഇൻ ഹരിയാന നയം മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി പ്രഖ്യാപിച്ചു. 30,000 കോടിയുടെ വിദേശ നിക്ഷേപവും സംസ്ഥാനത്തേക്കെത്തും. കോടികളുടെ നിക്ഷേപ കരാറുകൾ ഒപ്പുവെച്ചുകൊണ്ട് ഹരിയാന വ്യവസായ രംഗത്ത് മുന്നോട്ടു പോകുമ്പോൾ അത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപവും 10 ലക്ഷം തൊഴിലവസരങ്ങളും ഹരിയാന ലക്ഷ്യമിടുമ്പോൾ സമാനതകളില്ലാത്ത വികസന കുതിപ്പിന് തന്നെയാണ് ഹരിയാന സാക്ഷ്യം വഹിക്കുക. എയർപോർട്ടിനോടുള്ള അടുപ്പവും ഡൽഹി NCR കണക്ടിവിറ്റിയും ഹരിയാനയെ നിക്ഷേപകരുടെ പ്രിയപ്പെട്ട കേന്ദ്രമാക്കുന്നുവെന്ന് മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി വ്യക്തമാക്കി. നിക്ഷേപകർക്ക് ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ അതിവേഗ അനുമതി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത പോർട്ടലും ഇതിന്റെ ഭാഗമായി സർക്കാർ പുറത്തിറക്കി. NCR एकदम एयरपोर्ट के नजदीक है और आप देख रहे हैं हर व्यक्ति चाहता है कि वो यहाँ पर अपनी इंडस्ट्री लगाए. गति से काम कर रहे हैं ताकि इन्वेस्टर्स यहाँ आए, उनको कोई दिक्कत ना हो. മേക്ക് ഇൻ ഹരിയാന വ്യാവസായിക നയവുമായി ഹരിയാന സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അത് വ്യക്തമായ കാഴ്ചപ്പാടോടെയാണ് മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനിയുടെ നേതൃത്വത്തിൽ വിഷൻ 2047 ലക്ഷ്യമിട്ട് വൻ പദ്ധതികളാണ് ഹരിയാന ആസൂത്രണം ചെയ്യുന്നത്. ഹരിയാനയുടെ ലക്ഷ്യം വ്യവസായ സൗഹൃദ പദ്ധതികളിലൂടെ നിക്ഷേപകരെ ആകർഷിക്കുക എന്നതാണ്. ഹരിയാനയിൽ വ്യവസായം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മേക്ക് ഇൻ ഹരിയാനയുടെ ഭാഗമായി നിരവധി ആനുകൂല്യങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹരിയാനയിൽ പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിലും ഇരട്ട എഞ്ചിൻ സർക്കാരിന് കീഴിലും നിക്ഷേപകരുടെ ആത്മവിശ്വാസം വളരെ ശക്തമാണ് എന്ന് മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി അഭിപ്രായപ്പെട്ടു. हरियाणा के अंदर इन्वेस्टर्स का बहुत बड़ा विश्वास मोदी जी के नेतृत्व में ये डबल इंजन सरकार में बड़ा है, कम नहीं हुआ है. बहुत इन्वेस्टर्स चाहते हैं. സംസ്ഥാനത്തേക്ക് നിരവധി നിക്ഷേപകർ വരാൻ ആഗ്രഹിക്കുന്നുവെന്നും പക്ഷേ ഭൂമിയുടെ പരിമിതിയുണ്ട് എന്നും അക്കാര്യം ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഹരിയാന വിഷൻ 2047 യോഗം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നു. ഹരിയാനയിലെ വ്യവസായ പുരോഗതി യോഗത്തിൽ വിലയിരുത്തി. ഹരിയാന സമാനതകളില്ലാത്ത വ്യവസായ മുന്നേറ്റമാണ് ലക്ഷ്യമിടുന്നത്. കൃത്യമായ ആസൂത്രണത്തോടെയും വ്യക്തമായ കാഴ്ചപ്പാടോടെയുമാണ് ഹരിയാന വ്യവസായ മേഖലയിലെ കുതിപ്പിന് തയ്യാറെടുക്കുന്നത്. ജനം, ഡൽഹി. അപ്പോൾ ഹരിയാന എന്ന് പറയുന്ന ആ സംസ്ഥാനം വ്യവസായ രംഗത്ത് വലിയ പുരോഗതിയിലേക്ക് കുറിക്കുകയാണ്. നേരത്തെ നമ്മൾ പശ്ചിമ ബംഗാളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പശ്ചിമ ബംഗാളിലും വലിയ വ്യവസായ പദ്ധതികളൊക്കെ എത്തുകയാണ്. അമുൽ അവിടെ പശ്ചിമ ബംഗാളിൽ വലിയ ഒരു തൈരുൽപാദന യൂണിറ്റിന് ഉള്ള പ്രഖ്യാപനവും ഇതിനോടകം നടത്തിക്കഴിഞ്ഞു. അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളും വ്യവസായ മേഖലയിൽ വലിയ കുതിപ്പിന് തയ്യാറെടുക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ സംസ്ഥാനങ്ങളിലൊക്കെ അധികാരത്തിലിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന സർക്കാരുകളാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇരട്ട എഞ്ചിൻ സർക്കാർ എന്ന് ഹരിയാന മുഖ്യമന്ത്രി ആ വാക്കിൽ ഉപയോഗിച്ചത്. മറ്റ് മുഖ്യമന്ത്രിമാരും അങ്ങനെയൊക്കെ പറയുന്നത്. അവിടെയാണ് നേരത്തെ പറഞ്ഞത് കർണാടകയിൽ നടക്കുന്ന അധികാര തർക്കങ്ങൾ അവിടുത്തെ ജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു, അതുമല്ലെങ്കിൽ അവിടുത്തെ ഭരണസ്തംഭനം അത് അവിടെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളത്. കാരണം ഈ പറയുന്ന രാഷ്ട്രീയമായിട്ടുള്ള പ്രതിസന്ധികളൊന്നുമില്ലാതെയാണ് ഹരിയാന, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളെല്ലാം വ്യവസായ മേഖലയിൽ വലിയ പുരോഗതി ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ രീതിയിൽ രാജ്യത്തെ ഓരോ സംസ്ഥാനത്തും വലിയ വികസന പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുന്നു. വലിയ നിക്ഷേപങ്ങൾ അവർ സ്വാഗതം ചെയ്യുന്നു. അതിനായിട്ടുള്ള പല പദ്ധതികളും ഈ സർക്കാരുകൾ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ അതിർത്തിയിലേക്കൊന്ന് നോക്കുകയാണെങ്കിൽ ഭാരതവും നേപ്പാളും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ, ആ അതിർത്തി തർക്കങ്ങളിൽ ഒരു മധ്യസ്ഥതയുടെ ആവശ്യമില്ല എന്നുള്ള നിലപാട് ഭാരതം
അസന്ദിഗ്ധമായി വ്യക്തമാക്കിയിരിക്കുകയാണ്. വിദേശകാര്യ മന്ത്രാലയം തന്നെ ആ തീരുമാനം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. കാരണം നമുക്കറിയാം, നേരത്തെ നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ നേപ്പാൾ പാർലമെൻറ്റിൽ തന്നെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ആ പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞത് ഭാരതത്തിൻ്റെ ഭൂപ്രദേശം നേപ്പാൾ കയ്യേറിയിട്ടുണ്ട് എന്നാണ്. ആ പ്രസ്താവനയ്ക്കെതിരെ നേപ്പാളിൽ വലിയ പ്രതിഷേധമൊക്കെ അരങ്ങേറി. പാർലമെൻറ്റിനുള്ളിൽ നേപ്പാളി കോൺഗ്രസ് പാർട്ടിയും നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒക്കെ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വരികയും പ്രധാനമന്ത്രിയുടെ പ്രസ്താവന സഭാരേഖകളിൽ നിന്ന് നീക്കണം എന്നുള്ള ആവശ്യം ഒക്കെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. എന്തായാലും നേപ്പാളിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ അറിയാം, ഭാരതവും നേപ്പാളും തമ്മിലുള്ള ഈ ഒരു തർക്കം, അത് അതിർത്തി മേഖലകളിൽ അത്തരമൊരു തർക്കമൊക്കെ നിലനിൽക്കുമ്പോഴും ഭാരതവും നേപ്പാളും തമ്മിലുള്ള സാംസ്കാരികമായിട്ടുള്ള ബന്ധവും അതുമല്ലെങ്കിൽ വളരെ നല്ല ഒരു അയൽക്കാരനായി പലപ്പോഴും ഭാരതം നേപ്പാളിനെ കാണുകയും ചെയ്തിട്ടുണ്ട്. നേപ്പാളിന് അവർ വലിയ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുമ്പോൾ, അത് വെള്ളപ്പൊക്കമായാലും ഭൂകമ്പമായാലും ഒക്കെ നേപ്പാളിന് ഭാരതം വലിയ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ സഹായങ്ങളുടെ ഒക്കെ ഒരു കാരണമായിട്ട് ഇപ്പോഴും നേപ്പാളിലെ പല ഗ്രാമങ്ങളിലും സ്കൂളുകളും മറ്റും പണിയുന്നു എന്നുള്ളതും നമ്മൾ ഇതുമായിട്ട് ചേർത്ത് വയ്ക്കേണ്ടതാണ്. എന്തായാലും നേപ്പാൾ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയ ഈ ഭൂപ്രദേശങ്ങൾ, ഭാരതത്തിൻ്റെ ഭൂപ്രദേശങ്ങൾ നേപ്പാൾ കയ്യേറി എന്നുള്ള വിവരം, ആ വിവരത്തിന് തൊട്ട് പിന്നാലെ ചില നേപ്പാളി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണ് ഭാരതവും നേപ്പാളുമായിട്ടുള്ള ഈ ഒരു തർക്കത്തിൽ, ആ അതിർത്തി തർക്കത്തിൽ UK-യെ ഇടപെടുത്തുവാനുള്ള ശ്രമം നേപ്പാളിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നു എന്നുള്ളത്. എന്നാൽ അത്തരം എല്ലാ നീക്കങ്ങളെയും തള്ളിക്കളയുന്ന സമീപനം തന്നെയാണ് ഭാരതം വ്യക്തമാക്കിയിരിക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയം തന്നെ ഇത്തരത്തിലുള്ളത് ഭാരതവും നേപ്പാളും തമ്മിലുള്ള പ്രശ്നം അത് ഉഭയകക്ഷി ചർച്ചകളിലൂടെ പരിഹരിക്കാം എന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. കാരണം നേപ്പാളും ഭാരതവും തമ്മിൽ തുറന്നുള്ള ചർച്ചകൾ നടക്കുകയാണെങ്കിൽ എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കി ആ പ്രശ്നം പരിഹരിക്കുന്നതിന് കഴിയും എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഭാരതം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ UK-യുടെ മാധ്യസ്ഥതയുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളെ ഭാരതം തള്ളിക്കളയുകയും ഇത്തരത്തിലുള്ള ഒരു മധ്യസ്ഥത ആവശ്യമില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ നേപ്പാളുമായിട്ടുള്ള അതിർത്തി വിഷയങ്ങളിൽ ഭാരതത്തിൻ്റെ നിലപാട് കൃത്യമാണ്. വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ തന്നെയാണ് ഈ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങിവരാം. ഇന്റലിജന്റ് ആയ പുതുതലമുറയ്ക്ക് ഇന്റഗ്രേറ്റഡ് ഡിഗ്രി കോഴ്സസ്. ലേൺ ACCA ഇന്റഗ്രേറ്റഡ് BCom only from Indian Institute of Commerce, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് സെറ്റ്. അമേരിക്കൻ സ്റ്റാൻഡേർഡ്സിൽ IBISൽ പഠിക്കാം. വെറും ഒരു ജോലിയല്ല, നല്ലൊരു കരിയർ ആണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂ IBISലൂടെ. IBIS Academy of Higher Education. ചേച്ചി പാല് എന്തിനാ എക്സ്ട്രാ? ആരും വരുന്നുണ്ടല്ലേ? ഇല്ലല്ലോ. വാവ്, വീട് നല്ല വൃത്തിയുള്ളതും സുഗന്ധപൂരിതവുമാണല്ലോ. ആരെങ്കിലും വരുന്നുണ്ടോ? ഗസ്റ്റ് ഒന്നുമല്ല, വന്നിരിക്കുന്നത് എന്റെ ലൈസോൾ ആണ്. ഇത് ഫിനൈലിനെ അപേക്ഷിച്ച് 1/3 മതി. 6 മണിക്കൂർ വീടിന് സുഗന്ധവും 10 മടങ്ങ് കൂടുതൽ വൃത്തിയും നൽകും. അതിനാൽ എപ്പോഴും ആരോ വിരുന്നു വരുന്ന വീട് പോലെ തോന്നിക്കും. ധൈര്യം ലഭിച്ചു, ആത്മവിശ്വാസം നേടി, വ്യക്തിത്വമുണ്ടായി, ബഹുമാനം നേടി. വർഷങ്ങളായി പിന്നാക്കം നിന്നവർക്ക് പ്രധാനമന്ത്രി സ്ട്രീറ്റ് വെൻഡർ ആത്മനിർഭർ നിധി, PM സ്വനിധി എന്നിവയിലൂടെ പിന്തുണ ലഭിച്ചു. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ഉറപ്പ് എല്ലാ തെരുവ് കച്ചവടക്കാരുടെയും ബിസിനസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നു. സർക്കാർ പദ്ധതികളുടെ ഗുണങ്ങൾ അവരിലേക്ക് എത്തുന്നുണ്ട്. PM സ്വനിധി ക്രെഡിറ്റ് കാർഡിലൂടെ വളർച്ചയ്ക്കുള്ള പുതിയ അവസരങ്ങൾ തുറക്കുന്നു. PM സ്വനിധിയുടെ 6 വർഷങ്ങൾ, ഉത്സാഹം, ബഹുമാനം, അഭിമാനം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗ്സിൻ്റെ ഭാരത സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും എന്നുള്ളതാണ്. ഈ ഭാരത സന്ദർശനത്തിൽ അവർ ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് ചർച്ച നടത്തും. ആ ചർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായ ഊർജ്ജ മേഖലയിലെ സഹകരണം സംബന്ധിച്ചുള്ള ചർച്ച നടക്കും. ഒപ്പം തന്നെയാണ് സാമ്പത്തിക മേഖല, ആരോഗ്യ മേഖല, ഇതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചർച്ചകൾ നടക്കും. കാരണം നമുക്കറിയാം, നേരത്തെ തന്നെ ഈ വെനസ്വേലയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നതിനുള്ള തീരുമാനം ഭാരതം കൈക്കൊണ്ടിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം അത് കൂടുതൽ മെച്ചമാക്കുന്നതിന് ഈ സന്ദർശനം ഉപകരിക്കും എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെയും മറ്റും ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ നിലവിൽ പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഈ ഊർജ്ജ മേഖലയിൽ ഉടലെടുക്കുന്ന പ്രതിസന്ധി മറികടക്കുന്നതിനും ഈ ചർച്ചകൾ സഹായകമാകും. എന്തായാലും ഇത്തരത്തിൽ നയതന്ത്ര രംഗത്ത്
ശക്തമായ ഒരു മുന്നേറ്റം ഭാരതത്തിന് നടത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഇത്തരം സന്ദർശനങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയതന്ത്ര മേഖലയിലും ഒരു നമോ മന്ത്രം തന്നെയാണ് നടപ്പിലാക്കുന്നത്. അപ്പോൾ വാർത്തകളൊക്കെ ഇങ്ങനെ കാര്യമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കലയുമായും ചിത്രകലയുമായും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വാർത്തകളും ചില പ്രദർശനങ്ങളും ഒക്കെ രാജ്യതലസ്ഥാനത്ത് നടക്കുന്നുണ്ട്. അത്തരത്തിൽ ഉള്ള ഒരു പ്രദർശനത്തെക്കുറിച്ചുള്ള വാർത്ത കണ്ടതിന് ശേഷം നമുക്ക് രാഖിയിലേക്കും അശ്വതിയിലേക്കും കൂടുതൽ വാർത്തകൾക്കായി പോകാം. ഭാരതത്തിൻ്റെ വൈവിധ്യങ്ങൾ വിളിച്ചോതുന്ന ഒരിടത്തേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഭാരത് ആർട്ട് കോൺക്ലേവ് സാധാരണ ചിത്രം മാത്രമല്ല, വളരെ ജീവൻ നൽകുന്ന ചിത്രങ്ങളും അതേസമയം ഛായാചിത്രങ്ങളുമാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. രാജ്യത്തെ തന്നെ ഏറ്റവും മികവുറ്റ ആർട്ടിസ്റ്റുകളാണ് ഇവിടെ ഈ ചിത്രങ്ങൾക്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഭാരതത്തിൻ്റെ വൈവിധ്യമാർന്ന കലാ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യം. സംഘടനയുടെ 16ാമത് കലാ സാംസ്കാരിക പരിപാടിയും ഡൽഹിയിലെ 2ാമത്തെ പരിപാടിയുമാണിത്. കലാകാരന്മാർ, കലാ ആസ്വാദകർ, വിദ്യാർത്ഥികൾ, പൊതുജനങ്ങൾ എന്നിവർക്കിടയിൽ ആശയവിനിമയത്തിനും സാംസ്കാരിക സംവാദങ്ങൾക്കും വേദിയൊരുക്കുക എന്നതാണ് പ്രദർശനത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് ഭാരത് ആർട്ട് കോൺക്ലേവിന്റെ ഡയറക്ടർ ഉത്കർഷ് സിൻഹ പറഞ്ഞു. Bharat Art Conclave is, you can say, India's first cultural art think tank that is working on Indian culture, heritage, art. We are promoting artists' works across platforms, and actually I feel there is no particular marketplace where artists can come and present and sell their work. So I'm working on that. And 6,000 രൂപ മുതൽ 4 ലക്ഷം രൂപ വരെയുള്ള കലാസൃഷ്ടികളും പ്രദർശനത്തിന്റെ പകിട്ട് കൂട്ടുന്നു. യഥാർത്ഥ ചിത്രങ്ങളെപ്പോലും വെല്ലുന്ന തരത്തിലുള്ള ഛായാചിത്രങ്ങളും കലാപ്രദർശനത്തിന് മിഴിവേകുന്നു. മൾട്ടി ഇമോഷണൽ ആർട്ടാണ് പ്രദർശനത്തിലെ ഏറ്റവും വില കൂടിയ ചിത്രം. 4 ലക്ഷം രൂപയാണ് ഇതിന്റെ വില. സൃഷ്ടിയുടെ അടിസ്ഥാനം ഊർജ്ജമെന്നാണ് സൃഷ്ടാവ് പറയുന്നത്. लेयर ऑफ मल्टीपल इमोशंस, ये कहाँ से आता है कि जैसे हम अपनी कला यात्रा के दौरान भ्रमण करते रहते हैं, अलग अलग जगह देखते हैं, वहाँ के स्पिरिचुअल जगह को हम बैठ के एक्सप्लोर करते हैं. जो भी हमारे सबकॉन्शियस माइंड में हम ग्रहण करते हैं उसको हम सफ़ेद कैनवस पर बनाने की कोशिश करते हैं. और एब्स्ट्रैक्ट एक ऐसा माध्यम है जिसमें हम फॉर्म्स और रंगों को ऐसे मतलब दिखा सकते हैं, बहुत आज़ादी से दिखा सकते हैं, ताकि मतलब आसानी से अपनी बात कह सकें. ये हमारे लिए मतलब एक बहुत बड़ा टूल है ड्राइंग एंड कलर. और जैसे इसमें आप देख रहे हैं कि हल्का सा एक रोशनी का एक राउंड है, वो एक सूरज का जो सिंबल है, उससे हमें जो ऊर्जा प्राप्त होती है वो आपने देखा होगा. लिखना इसलिए ज़रूरी है कि वो डायरेक्ट कम्युनिकेट करें, और इसी पे आधारित ये पूरा चित्र है. ഒരു പ്രദർശന ഇടം എന്നതിന് പുറമെ ഭാരതത്തിലെ കലാകാരന്മാർ, ഫോട്ടോഗ്രാഫർ, ഗവേഷകർ, സാംസ്കാരിക പ്രവർത്തകർ എന്നിവരെ ഒരുമിപ്പിക്കുന്ന ഒരു ദേശീയ വേദിയായും ഇത് മാറുന്നുണ്ട്. When people appreciate your artwork, it becomes it's like a memory in your head, right? And everyone say nice stuff about your artwork. പ്രസിദ്ധീകരണങ്ങൾ, സാംസ്കാരിക ഗവേഷണങ്ങൾ, ഡോക്യുമെന്റേഷൻ പദ്ധതികൾ, ശില്പശാലകൾ, പൊതു പങ്കാളിത്ത പരിപാടികൾ എന്നിവയിലൂടെ സംഘടന ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. ഇതിനോടകം രാജ്യത്തെ വിവിധ പ്രമുഖ വേദികളിലായി 15 പ്രദർശനങ്ങളും സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. കലാ ആസ്വാദകർ നൽകുന്ന പിന്തുണയും വിലയേറിയ വാക്കുകളുമാണ് ഓരോ സൃഷ്ടിയുടെയും പ്രചോദനമെന്ന് ധർമ്മേഷ് യാദവ് പറഞ്ഞു. Bharat Art Conclave, yeah, this is a great platform for us artists. Mr. Utkarsh Sinha has provided us, and he's very supportive of artists. My future plan is I'm evolving and I'm growing as an artist. നാളെയാണ് പ്രദർശനത്തിന്റെ അവസാന ദിനം. ഡൽഹിയിലെ AIFACS ഗാലറി നടക്കുന്ന പ്രദർശനം സൗജന്യമാണ്. ഇരുപത്തിയഞ്ചിലധികം കലാകാരന്മാരുടെ സൃഷ്ടിയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ആശ്വാസം നൽകുന്നവ. ക്യാമറ പേഴ്സൺ ഉണ്ണി കെ വയറിനൊപ്പം ദിലീപ് കുറ്റിച്ചൽ.